എന്തായാലും സംസ്ഥാനത്തെ 10 ദിവസത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആ ഒരു സാംസ്കാരിക മഹോത്സവം തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്രയാണ്. രാവിലെ 9-ന് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ 25 വരെ നീളുന്ന അത്താഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ദീപക് ജോയ് MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. അശ്വതി എത്തിച്ചേരുകയാണ് വിവരങ്ങളുമായി. അശ്വതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാംസ്കാരിക മഹോത്സവമാണ്. ഒരുപാട് ഐതിഹ്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ചേർന്നിരിക്കുന്ന ഒരു സാംസ്കാരിക മഹോത്സവം തന്നെയാണ്. ഓണ വിളംബരം തുടങ്ങുകയാണ് ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പല ദേശങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള കലാകാരന്മാർ ഒത്തുചേരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. എന്തായി ഒരുക്കങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ്. ഔദ്യോഗികമായിട്ട് ഓണത്തിൻ്റെ വരവറിയിക്കുന്നത്, ആഘോഷങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയിലാണ്. കൊച്ചിയെ സംബന്ധിച്ച് തൃപ്പൂണിത്തുറയും തൃക്കാക്കരയും ഓണത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ രണ്ട് സ്ഥലങ്ങളാണ്. ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9 മണിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഈ ഓണാഘോഷ പരിപാടികൾ, അത്താഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ അത്തച്ചമയം എന്ന് പറയുന്നത് വലിയ കളർഫുൾ ആയിട്ടുള്ള വലിയ ഒരു ആഘോഷമാണ്. ഒരുപാട് ആളുകൾ, ഒരുപാട് കലാകാരന്മാർ വർഷത്തിൽ ഒത്തുചേരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം. ഏറ്റവും വലിയ ഒരു ഘോഷയാത്ര എന്ന് പറയുന്നത് തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്രയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഒരു ചരിത്രം എന്ന് പറയുന്നത്, കൊച്ചി മഹാരാജാക്കന്മാർ ഇവിടെ വാണിരുന്ന കാലത്ത് മഹാരാജാവ് ജനങ്ങളെ കാണുന്നതിന് വേണ്ടി അത്തനാളിൽ ഇത്തരത്തിലൊരു ഘോഷയാത്രയായിട്ട് ഈ നാട്ടിലൂടെ നടക്കുമായിരുന്നു. ഘോഷയാത്രയായിട്ട് അദ്ദേഹം ജനങ്ങളെ കാണാൻ എത്തുമായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഈ അത്തച്ചമയമായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചു പോരുന്നത്. എന്തായാലും ഇവിടെ ഇതിനുള്ള ഒരുക്കങ്ങൾ, അത് പലതരത്തിലുള്ള കലാരൂപങ്ങൾ, പ്ലോട്ടുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ അണിനിരക്കുക. ചലച്ചിത്ര താരം മനോജ് കെ ജയൻ, അദ്ദേഹമാണ് ഈ അത്തം ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. വലിയ ആഘോഷം. തൃപ്പൂണിത്തുറയിലുള്ള ആളുകൾക്ക് പുറത്തു നിന്നൊക്കെ ഈ ഓണം തുടങ്ങി എന്ന് നമ്മൾ അറിയുന്നത് ഈ തൃപ്പൂണിത്തുറയിലെ അത്തം ഘോഷയാത്രയോട് കൂടിയാണ്. ഇവിടെ നിരവധി ആളുകളുണ്ട്. നമുക്കറിയാം, നാടൻ കലാരൂപങ്ങൾ ഒരുപാടുണ്ടാകും. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ വർഷവും ഏറ്റവും മികച്ചതാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓരോ കലാകാരന്മാരും ശ്രമിക്കുന്നത് അവരുടെ കല പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരിടം. ഇവിടെ പുലികളിയുണ്ട്. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. വളരെ പുലർച്ചെ തന്നെ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി. ചേട്ടാ, പേര്? സുരേന്ദ്രൻ. എല്ലാ തവണയും വരാറുണ്ട്. പുലികളിയാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയല്ല. എല്ലാ വർഷവും ഇങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട കൊല്ലം കളികൾ കൂടി വരികയാണ്. നിൽക്കാൻ നേരമില്ല, ഇരിക്കാൻ നേരമില്ലാത്ത പോലെ കളിയുണ്ട്. ആഘോഷം വലിയ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? പ്രാവശ്യം അതിൽ കൂടുതൽ എല്ലാ കൊല്ലത്തെക്കാളും കൂടുതൽ കളികളാണ്. ഇത് എപ്പോ തുടങ്ങി മേക്കപ്പ്? ഇതിപ്പോ രാവിലെ ഒരു 4 മണിക്ക് തുടങ്ങിയതാണ്. ഭയങ്കര എഫേർട്ടാണ് ഇത്ര നേരം. കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല. ഞങ്ങൾ കുറെ കാലമായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര വർഷമായി? ഞാന് 10 വർഷത്തോളമായി. 10 വർഷത്തോളായിട്ട് പുലി. എവിടുന്നാ വരുന്നത് നിങ്ങൾ? ഞങ്ങള് വിയ്യൂര്, തൃശ്ശൂർ വിയ്യൂര്. തൃശ്ശൂരിൻ്റെ സ്വന്തം പുലികളാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ പുലി കൂട്ടങ്ങൾ മാത്രമല്ല, ഒരുപാട് നമ്മൾക്ക് ഇവിടെ ഈ ഘോഷയാത്രയിലുള്ള ഒരുപാട് രൂപങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊരു മത്സരം കൂടിയാണ്. എത്ര പേർ എങ്ങനെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കലാകാരന്മാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഉത്സവങ്ങൾക്കൊക്കെ സാധാരണ കാണാറുള്ള ഒരു സംഭവമാണ്. ഇതുപോലെ ആളുകൾ ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ ആയിട്ട് ഉള്ളത്. ഇവരൊക്കെ തന്നെ ഒരുപാട് കാലത്തെ എഫേർട്ടാണ് ഇങ്ങനെ വരിക എന്ന് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ ഒരുപാട് കലാകാരന്മാർ അവരുടെ കലാപ്രകടനങ്ങളൊക്കെ സാധാരണഗതിയിൽ ഈ സമയം ആകുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. ഇന്ന് എല്ലാവരും ഒരുക്കത്തിൽ തന്നെയാണ്. നമുക്ക് ഇവരോട് നിരവധി ആളുകൾ ഇതുപോലെ വർണ്ണാഭമായിട്ടുള്ള ഘോഷയാത്ര
അതാണ് നമുക്കിതിന് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കലാകാരന്മാർ ഇപ്പോഴും അതിൻ്റെ ഒരുക്കത്തിലാണ്, മുഖത്തൊക്കെ ചായങ്ങൾ പൂശുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ആഘോഷം ഓണത്തിന് ഇതിൽ ഒരു ആഘോഷം തുടങ്ങുമ്പോൾ ഇതുപോലെ കൊച്ചി തൃപ്പൂണിത്തുറയിലെ അത്താഘോഷം പോലെ, ഘോഷയാത്ര പോലെ ഇങ്ങനെ തുടങ്ങണം. അത്രയ്ക്ക് വൈബാണ്. ഇന്നലെ വൈകുന്നേരം കൊച്ചി രാജകുടുംബാംഗത്തിൽ നിന്ന് ഇവിടെ നഗരസഭാ ചെയർമാനാണ്, ഈ ചെയർപേഴ്സണാണ് ഈ അത്തം പതാക വാങ്ങിയത്. അങ്ങനെ ഏറ്റുവാങ്ങി ഹിൽ പാലസ് മ്യൂസിയത്തിൽ നിന്ന്, പഴയ രാജാക്കന്മാരുടെ കൊട്ടാരമാണ്, കുടുംബമാണ്, ആ വീട്ടിൽ നിന്ന്, അതിൻ്റെ തിരുമുറ്റത്ത് നിന്നും ഘോഷയാത്രയായി തന്നെയാണ് ഈ അത്തം നഗറിലേക്ക് ഈ പതാക എത്തിച്ചിരിക്കുന്നത്. ആ പതാകയും കൊടിമരവും അതാണ് ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. ആ പതാകയാണ് ഇന്ന് മന്ത്രി അനൂപ് ജേക്കബ് ആ പതാക ഉയർത്തും. എന്തായാലും 9 മണിയോടുകൂടിയാണ് ഈ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഇനിയും ഒരുപാട് പേർ, ഇത് മണിക്കൂറുകളോളം നീളുന്ന ഒരു ഘോഷയാത്ര തന്നെയാണ്. അത്രയധികം ആളുകൾ ഇതിലേക്ക് പങ്കെടുക്കുന്നു. കേരളത്തിൻ്റെ മുഴുവൻ ഓണം ഇവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നു ഇത് കാണാൻ. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും, നഗരസഭയുടെ ഭാഗത്തു നിന്നും, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഗതാഗത നിയന്ത്രണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ചില കലാകാരന്മാർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഈ ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. എന്താ ആരോമലി ഒരുപാട് നാളായി തെയ്യം ചെയ്തിട്ട് കുറച്ച് നാളായി. ഇത് ഫസ്റ്റ് പ്രോഗ്രാം. ഈ അത്തച്ചമയത്തിന് മുന്നേ ഇല്ല ആദ്യത്തെ അത്തച്ചമയം. ഒരുപാട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഇരിക്കണം, ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല, ഒരു കലയല്ലേ. എപ്പോഴും മേക്കപ്പ് ഒക്കെ തുടങ്ങി? മേക്കപ്പ് 2 മണി കഴിഞ്ഞു. പുലർച്ചെ 2 മണി? 2 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങി. എന്താ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സജീവകുമാർ. എന്നാണോ ഇത് ചെയ്യുന്നത്? സമിതിയുടെ ഓണറാണ്. അതെ. എത്ര നാളെ നമുക്ക്? 6 വർഷമായി സമിതി ഇറങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് വർഷം മാത്രമാണ് ഇവിടെ അത്തച്ചമയം ചെയ്തുകൊണ്ടിരുന്നത് പ്രോഗ്രാം. ബാക്കിയുള്ള ഞങ്ങൾക്ക് 4 വർഷം മിസ്സാണ്. മിസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺ ദ വേ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെയാണ് ഗണേശ ഫെസ്റ്റിവലൊക്കെ അതേ സമയത്താണ് വരുന്നത്. അപ്പോൾ ഈ വർഷം ഡേറ്റ് ഒന്ന് മാറിപ്പോയി, സെപ്റ്റംബർ 15 അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തച്ചമയത്തിനകത്ത് പങ്കെടുക്കാൻ പറ്റി. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ഇതിനകത്ത് തെയ്യാണ് ഇവിടെ നമ്മുടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. 10 വേഷമുണ്ട്. വരാഹി എന്ന് പറഞ്ഞ ഒന്നും, പിന്നെ ആദിയോഗി, അങ്ങനെ 2 സെക്ഷനാണ്. 10 ബോർഡും. എത്ര നേരം ഇതിന്റെ മേക്കപ്പിനൊക്കെ? മേക്കപ്പിന് 5 മണിക്കൂറോളം വരും. ഒരു 5 പേരെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ 5 മണിക്കൂർ വേണം. അതുകൊണ്ടാണ് പുലർച്ചെ 2 മണിക്ക് ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങിയത്. ശരി. എന്തായാലും ഇത്രയധികം എഫേർട്ട്, അതായത് പുലർച്ചെ 2 മണിക്ക് മേക്കപ്പ് തുടങ്ങി, ഇപ്പോഴും അവർ ആ മേക്കപ്പ് പൂർത്തിയാക്കി ഇരിക്കുന്നു. ഇനി ഇത് വീണ്ടും 9 മണി വരെ നീളും. 9 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ച് അതിനുശേഷം ഈ ഘോഷയാത്ര ആരംഭിക്കും. ആ ഘോഷയാത്രയൊക്കെ പോയി തിരിച്ച് ഈ നഗരം ചുറ്റി വീണ്ടും ആ ഘോഷയാത്ര വരുന്നത് ഈ അത്തം നഗറിലേക്ക് തിരിച്ചു വരും. അതുവരെ ഇവർ ഈ മേക്കപ്പും മറ്റ് ഈ കാര്യങ്ങളൊക്കെ ഇട്ട്, തെയ്യമൊക്കെ ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതി. അത്രയധികം എഫേർട്ട് ഓരോ കലാകാരന്മാരുടെ ഭാഗത്ത് നിന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതെല്ലാം പൂർത്തിയാകും. ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ പൂർത്തിയാകും. പിന്നീട് നമുക്ക് വർണ്ണാഭമായ ഘോഷയാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അശ്വതിയാണ് ഏറ്റവും പുതിയ ആ ദൃശ്യ വിവര വിശേഷങ്ങളെല്ലാം നമ്മളോട് പങ്കുവെച്ചത്. ഈ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ മുഴുവനായുള്ള കാത്തിരിപ്പാണോ എന്ന് തോന്നും. ഇത്രയും മനോഹരമായി ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി എടുക്കാൻ വർഷങ്ങളായി ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാകുന്നവരുണ്ട്, പുതിയതായി എത്തുന്നവരുണ്ട്, ഇതിനായി കാത്തിരിക്കുന്നവരുണ്ട്. ഈ തൃശ്ശൂരിൽ നിന്നുള്ള പുലിക്കളി സംഘമൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയാണ്. നേരത്തെ ആ കൃഷ്ണനെ കാണിച്ചപ്പോൾ അത് ശരിക്കും പ്രതിമയാണോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. പക്ഷേ ഒരാൾ അങ്ങനെ ഇരുന്ന് മണിക്കൂറുകൾക്ക് 2 മണി മുതൽ മേക്കപ്പൊക്കെ തുടങ്ങി നല്ല ഫിനിഷ്, മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങൾ ഇന്ന് അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി തൃപ്പൂണിത്തുറയുടെ തെരുവുകളിലൂടെ ഉണ്ടാകും. ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കൊച്ചിരാജാവിൻ്റെ വിജയം, പ്രജകളെ കാണാനുള്ള പോക്ക്, അങ്ങനെ ഒരുപാട് മനോഹരമായ ഐതിഹ്യങ്ങളടക്കം ഈ അത്തച്ചമയ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് കണക്റ്റ് ചെയ്ത് കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു മതസൗഹാർദ്ദം, അതിൻ്റെ തനത് കലാരൂപങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു മഹാസംഗമമായി തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്ര മാറുമെന്ന് ഉറപ്പാണ്. അശ്വതിയാണ് ഏറ്റവും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളുമൊക്കെ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്.